ഹലോ സ്റ്റുഡൻസ്, എന്താണ് മൊമെന്റം? മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഗുണനം വെലോസിറ്റിയാണ്. മാസിനെ വെലോസിറ്റി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂയെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു വസ്തുവിന്റെ മാസ് 10 കിലോഗ്രാമും അതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് 10 × 10 ആണ്. 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് മൊമെന്റം, 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൊമെന്റത്തിന് ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ ആണ് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മൊമെന്റം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1000 മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റം 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1000 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റം 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേ സ്ഥാനത്ത് 1,00,000 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റം ഇതാണ്. അതിന്റെ മൊമെന്റം 10,00,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മാസ് കൂടുന്നതിനനുസരിച്ച് മൊമെന്റം വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. സെയിം വേഗതയിലുള്ള രണ്ട് വസ്തുക്കളുടെ മാസ് ഡിഫറെന്റ് ആണെങ്കിൽ മാസ് കൂടിയതിനായിരിക്കും മൊമെന്റം കൂടുതൽ. അതാണ് മൊമെന്റത്തിന്റെ കോൺസെപ്റ്റ്. അപ്പൊ മൊമെന്റം എന്താണെന്ന് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.